അംബാനി ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും മൊത്ത ബോളിവുഡ് സെലിബ്രിറ്റീസും അവിടെ ഉണ്ടാവും. അതാണ് മൊത്ത ബോളിവുഡ് ഇങ്ങനെ അംബാനി ഫാമിലിയുടെ ഫംഗ്ഷന് വന്ന് വളരെ വിയേഡായിട്ട് ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഭയങ്കര നന്മമരങ്ങളായിട്ട് അയ്യോ എന്ന് വെച്ചാൽ പല രംഗങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. ഡാൻസ് കളിക്കുന്നതായിക്കോട്ടെ, ഷാറുഖ് ഖാൻ്റെ ഡാൻസ്, സൽമാൻ ഖാൻ്റെ ഡാൻസ്, സൽമാൻ ഖാൻ ഇടയ്ക്ക് ആനന്ദ് അംബാനി പോയി പൊക്കിയ ഒക്കെ ലൈക്ക് ഭയങ്കര പാവങ്ങളെ കണക്ക് പെരുമാറുന്നത്. സോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ് ഇയേഴ്സിൽ റിലയൻസ് ഇൻഡസ്ട്രി എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ പിടിച്ചടക്കിയ ഒരു പിടിച്ചടക്കൽ അത് ഭയങ്കര വലുതാണ്. ഇപ്പം ജിയോ ആയിക്കോട്ടെ, ഹോട്ട്സ്റ്റാർ, ഡിസ്നി പ്ലസ്, പിന്നെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻസ് എന്ന് വേണ്ട സത്യം പറഞ്ഞാൽ ബോളിവുഡ് ഇൻഡസ്ട്രി മൊത്തം ഒരു പാതിയോളം സത്യത്തിൽ ജിയോയുടെ ഈ റിലയൻസ് അവരുടെ കയ്യിലുണ്ട്. സോ അതുകൊണ്ടും കൂടെ ആണോ എന്തോ ബോളിവുഡിലെ പല നടന്മാരും അവരെന്ത് ഇൻവിറ്റേഷൻ കൊടുത്താലും അപ്പോഴേ ചെല്ലുന്നതും ഭയങ്കര വിയേഡായിട്ട് പെരുമാറുന്നതും. സോ എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ആനന്ദ് അംബാനിയുടെ ബർത്ത്ഡേൻ്റെ ഭാഗമായിട്ട് നിത അംബാനി മൃഗങ്ങളോടുള്ള ഇഷ്ടം അങ്ങ് കാണിക്കുന്ന കാണുമ്പോൾ അയ്യോ ഇത്രയും സ്നേഹമാണോ മൃഗങ്ങളോടെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഈ നിത അംബാനി ഉപയോഗിക്കുന്ന പല ബാഗുകളും ഇങ്ങനത്തെ മൃഗങ്ങളുടെ തോലുകൾ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര വില കൂടിയ ബ്രാൻഡുകളുടെ വസ്തുക്കളാണ്. സോ അവർക്ക് ഈ മൃഗസ്നേഹമൊക്കെ എവിടെ പോകുന്നില്ലേ? അവരതങ്ങ് മറന്നു പോവോ? എനിക്കറിയില്ല. അത് കുറച്ച് വിയേഡായിട്ട് തോന്നിയില്ലേ? അംബാനി ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓൺലൈനിൽ വൈറലായി കാണുന്ന വീഡിയോസിലുള്ളത് നിത അംബാനി, പിന്നെ ആനന്ദ് അംബാനി, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വന്ന രാധിക, ഇവരൊക്കെയാണ്. ഇനി അംബാനി ഫാമിലിയിൽ വേറെ അംഗങ്ങളുണ്ട്. ആകാശ് അംബാനിയുണ്ട്, ശ്ലോക മേത്തയുണ്ട്, ഇഷ അംബാനിയുണ്ട്, ഇഷ അംബാനിയുടെ ഭർത്താവുണ്ട്. പക്ഷേ ഇവരാരെയും നിങ്ങൾ അങ്ങനെ കാണാറില്ല. ഇവന്തോ മുകേഷ് അംബാനിനെ പോലും നിങ്ങൾ അങ്ങനെ വളരെ വലുതായിട്ട് കാണാറില്ല. പക്ഷെ ഫുൾ ടൈം വൺ വൈറൽ വീഡിയോസിൽ മുഴുവൻ ഞാൻ പറഞ്ഞ ഈ രാധിക അംബാനിയും നിത അംബാനിയുമാണ്. ഹൗ? എന്തുകൊണ്ടാണ് നിങ്ങളത് ചിന്തിച്ചിട്ടുള്ളത്? എനിക്ക് ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഭയങ്കര മീഡിയ ഫെയിം ആവശ്യമുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പല സമയങ്ങളിലും മീഡിയ വരുന്ന സമയത്ത് ഇപ്പം നിത അംബാനിയുടെ പെരുമാറ്റം മാറുന്നത്, അതിപ്പം ഭർത്താവായ മുകേഷ് അംബാനിയുടെ അടുത്ത് തന്നെ ഭയങ്കര വിയേഡായിട്ടാണ് പെരുമാറുന്നത്. ഇപ്പം കൈ പിടിച്ചു മാറ്റുന്നതായിക്കോട്ടെ, അങ്ങനെ പല പല സന്ദർഭങ്ങളുണ്ട്. ഇതേ കണക്ക് തന്നെയാണ് ഈ നിത അംബാനിയും രാധിക കൂടെ വരുന്ന സമയത്തുള്ള കോമ്പിനേഷനും ഭയങ്കര വിയേഡാണ്. എന്ന് വെച്ചാൽ കാണുന്നവർക്ക് ഭയങ്കര ഇവരെന്തോ ഭയങ്കര അമ്മായിമ്മരുള്ള അത്രയും ഒരു അടുപ്പ്, ആ ഒരു ഇതാണ്. സോ എനിക്കത് കണ്ടോ ഭയങ്കര വിയേഡായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും മറ്റേ ആൾക്കാർ ഈ ക്യാമറയ്ക്ക് മുമ്പിലധികം വരാത്തത്? ഫെയിം വേണ്ടാത്തതുകൊണ്ടാണ്. ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും അംബാനി ഫാമിലിയിൽ ഈ ഒരു അവഗണന ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേറെ ആരുടെയല്ല, ആകാശ് അംബാനിയുടെ ഭാര്യയായിട്ടുള്ള ശ്ലോക മേത്തയുടെ അടുത്ത് നിത അംബാനിയുടെ ഒരു പെരുമാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊതുവേ ഈ ശ്ലോക മേത്ത അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല. ഇവരുടെ ഇവൻറ്റുകളിൽ, വൈറൽ വീഡിയോസിലൊന്നും ആ പുള്ളിക്കാരിയുടെ മുഖം നമ്മൾ കാണാറില്ല. ഇനിയിപ്പം വീഡിയോസിൽ പല സമയങ്ങളിൽ പോലും വ്യക്തമായിട്ട് നിത അംബാനിക്ക് ഇവരുടെ വലിയ താല്പര്യമില്ലാത്തൊരു നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം രാധികയുടെ ഉള്ള ആ ഒരു സ്നേഹം, ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്തായാലും പുള്ളിക്കാരിക്ക് എപ്പോഴും കണക്ഷൻ രാധികയുടെ അടുത്താണ്. ഈ ശ്ലോക മേത്തനെ മാറ്റി നിർത്തി നടക്കാൻ തോന്നണം. അത് ഫാമിലി മൊത്തത്തിലുണ്ട്. റീസെൻ്റ്ലി നടന്ന ഷോയിൽ പോലും ഈ ശ്ലോക മേത്ത എന്തോ സംസാരിക്കാൻ ഇഷ അംബാനിയുടെ ചെല്ലുമ്പോൾ അവരത് മൈൻഡ് ചെയ്യാതെ മാറിപ്പോകുന്നുണ്ട്. അതൊക്കെ ക്യാമറയിൽ വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. സോ എന്തോ ഒരു ഇവരുടെ ഉള്ളിൽ തന്നെ, ഈ ആകാശ് അംബാനി ആണെങ്കിൽ പോലും പൊതുവെ അങ്ങനെ പരിപാടികളിലൊന്നും കാണാറില്ല, ഭയങ്കര കുറവാണ്. സംതിങ് ഇൻസൈഡ് വാസ് അതിൻ്റെ അകത്ത് എന്തോ പുകയുന്നുണ്ട്.